ഇത് കണ്ടോ, ഇതിപ്പം 4K വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിക്കാനായിട്ട് പുറത്തെടുത്താണ്. ഇപ്പം എന്താ അൾട്രാ വൈഡ് എടുക്കുമ്പം ആ ഒരു ഗ്ലിച്ച് കണ്ട ആ ക്യാമറയിൽ. ഇതിപ്പോൾ 1x കണ്ട ഗൈസ്. ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മോട്ടോ എഡ്ജ് 50 Pro എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിൻ്റെ 4K 30 FPS-ലാണ്. 4K 30 FPS ഉള്ളൂ. ഒരു 36,000 MRP ഇടുന്ന സമയത്ത് അവന്മാർ ഒരു കുറച്ചുകൂടെ ബെറ്റർ പ്രൊസസ്സർ കൊടുക്കാമായിരുന്നു. പക്ഷേ ഒരു 28,000 രൂപയ്ക്കൊക്കെ അല്ലെങ്കിൽ ഒരു 30,000 രൂപയ്ക്ക് അകത്ത് കാർഡ് ഓഫർ എല്ലാം പോയിട്ട് നിങ്ങൾക്ക് എടുക്കാമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലടാ. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എടുത്ത സമയത്ത് 4K പറഞ്ഞ സമയത്ത് 30 FPS നല്ലപോലെ ഒരു പിടുത്തമുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നോക്കിയിരുന്നത് പിടുത്തമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. 30 FPS നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ മുമ്പത്തെ ഡിവൈസുകളിലെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 30 FPS-ൻ്റെ പിടുത്തമാണോ കുറച്ചും കൂടെ കൂടുതൽ പിടുത്തം ഇതിലുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ കുറേ അധികം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സൗണ്ട് കുറച്ചുകൂടെ ക്ലിയർ ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, മൈക്കിൻ്റെ കാര്യങ്ങൾ. അപ്പം കുറച്ചുകൂടെ മെനക്കെട്ടിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആ ഒരു പ്രശ്നം മാറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സൗണ്ട് പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്കൊരു വിഷയം വരത്തില്ല. അപ്പം വീഡിയോ ക്വാളിറ്റി പരമായിട്ടുള്ള വിഷയവും വരത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ എഡ്ജ് 40യുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിൻ്റെ ബാക്കി വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യാനായിട്ടാണ് വന്നത്. 4K ഷൂട്ട് ചെയ്ത കാര്യം നിങ്ങൾ കണ്ടല്ലോ. 4K 30 FPS നല്ലപോലെ പിടുത്തം ഉണ്ടായിരുന്ന കാര്യം എനിക്കതൊരു ബാഡായിട്ട് ഫീൽ ചെയ്തു. കാരണം 1 വീക്ക് പോലും ആയിട്ടില്ല. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ഒരു സാംസങ്ങൊക്കെ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ചില സമയത്ത് സ്ലോ മോഷനിലൊക്കെ ഗ്ലിച്ച് കാണിക്കുന്ന പരിപാടി ഇപ്പോഴേ അത് കാണിക്കുന്നുണ്ട് 4K-യിൽ. 30 FPS അങ്ങനെ വെട്ടൽ വരാൻ പാടില്ലടേ. 30 FPS ആ ഒരു നമുക്ക് ഫ്രെയിം 30 FPS ആണ് എന്ന് മനസ്സിലാക്കണ രീതിക്ക് നമുക്ക് കാണിച്ചു തരാം. പക്ഷേ അത് കുഴപ്പമില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അതിരി ശോകം പിടിച്ച പരിപാടിയായിപ്പോയിടെ. അപ്പോൾ നമുക്ക് ബാക്കി 1080p 60 സ്ലോ മോഷനും അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസും, കാരണം ഇതൊക്കെ ഫോട്ടോഗ്രാഫിക്ക് ഓക്കെയാണ്. വീഡിയോ റെക്കോർഡിങ് ഇപ്പോൾ ഞാൻ അത് മോശം പറയണമല്ല. ആ ഒരു 4K ആ ഒരു പ്രശ്നം കാണിച്ചത് ആ ഒരു 30 FPS അങ്ങനെ ഒരു ജെർക്കിങ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നും പറയത്തില്ലായിരുന്നേ. ഈ ഒരു 30 രൂപ റേഞ്ചിനൊക്കെ നമ്മൾ വീഡിയോഗ്രാഫിക്ക് വേണ്ടിയൊന്നും വലുതായിട്ട് അങ്ങനെ ഒരു സ്മാർട്ട് ഫോൺ 30 രൂപ റേഞ്ചിലൊന്നും എടുക്കാതിരിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ നല്ലത്. ഫോട്ടോഗ്രാഫിക്കൊക്കെ ഇത് അത്യാവശ്യം നൈസാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ ഫോട്ടോഗ്രാഫിയും ബാക്കി 1080p 60 കാര്യങ്ങളും കൂടെ പോവാം. ഓക്കെ. മോട്ടോ എഡ്ജ് 50 Pro കുറേ അധികം ആൾക്കാർ കമൻറ്റ് ചെയ്തതാണ് ഇതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസും പെർഫോമൻസും പറ്റിയുള്ള വീഡിയോ ഇടാനായിട്ട്. അപ്പം അങ്ങനെ കൊണ്ടുവന്നൊരു ഡിവൈസാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മോട്ടോ G84 5Gയുടെ ഒരു അപ്ഡേഷൻ കൂടെ തരാം. അതിനെപ്പറ്റി അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാം. ഡിസംബർ സമയത്ത് കഴിഞ്ഞ വർഷം 2021 ഡിസംബറിൽ നമ്മളൊരു ഡിവൈസ് മോട്ടോയുടെ G84 5G എന്നുള്ള ഡിവൈസ് പർച്ചേസ് ചെയ്യുകയും അതിനകത്ത് ഡിസ്പ്ലേക്കകത്ത് ഒരു ബ്ലാക്ക് ഡോട്ട് വരികയും അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അതുണ്ടായിരുന്നു. അത് സർവീസ് സെൻറ്ററിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുപോയ സമയത്ത് എനിക്കുണ്ടായ ഏറ്റവും മോശം, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സർവീസ് സെൻറ്ററിൽ നിന്നും കിട്ടിയതിൽ ഏറ്റവും മോശം ഒരു എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ ഷെയർ ചെയ്യുകയും ആ ഒരു എക്സ്പീരിയൻസ് മറ്റൊരാൾക്ക് വരാതിരിക്കാനും വേണ്ടി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായത്. അൺഫോർച്യുനേറ്റ്ലി ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. അപ്പം ഇതിന് വന്ന കമൻറ്റ്സ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ A to Z. അപ്പോൾ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവും വരും പോസിറ്റീവും വരും. ഇതിനകത്ത് അത്രയും വന്നിട്ടുള്ളത് ഓരോ ആൾക്കാർക്കും ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങളാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മാത്രമല്ല കുറേ അധികം ആൾക്കാർക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഞാനവിടെ സർവീസിന് പോകുമ്പോൾ പോലും പലതരം ആൾക്കാർക്ക് പലതരം പ്രശ്നങ്ങൾ ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. കാരണം ഇവരുടെ സർവീസ് ആയിട്ടുള്ള ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളും എല്ലാം കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ വീഡിയോയിൽ എനിക്ക് ഉണ്ടായ അനുഭവമാണ് ഞാൻ കൂടുതൽ ഷെയർ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഡിവൈസിനെ മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഞാൻ അവിടെയുള്ള കസ്റ്റമേഴ്സിൻ്റെയോ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിൻ്റെയോ ഒന്നും ഫേസ് ഒന്നും ഞാൻ റിവീൽ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ പേര് പറഞ്ഞിട്ടില്ല. ഈ സർവീസ് സെൻ്ററിൻ്റെ അഡ്രസ്സ് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അവർ സംസാരിച്ചത് എന്നോട് മോശമായിട്ട് സംസാരിച്ചത് എല്ലാമാണ് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രോഡക്റ്റ് കാണിക്കുന്നതിലൂടെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് സമയം ഇപ്പോൾ എൻ്റെ അഡ്വക്കേറ്റിനെ ഒരാൾ വിളിച്ചിട്ട് ഈ വീഡിയോ റിമൂവ് ചെയ്യണമെന്ന് പറയുകയും ഞാൻ അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ റിമൂവ് ചെയ്യാനായിട്ടൊന്നുമില്ലല്ലോ, നമുക്കുണ്ടായിട്ടുള്ള മോശമായിട്ടുള്ള അനുഭവം മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് എന്ന് പറയുകയും ആ വീഡിയോ റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു. പിറ്റേ ദിവസം സൈബർ സെല്ലിൽ നിന്നൊരു കോൾ വരികയാണ്. ഇതുപോലൊരു വീഡിയോയുടെ ഇതായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയുടെ പ്രശ്നമായിട്ട് നിങ്ങൾ സൈബർ സെല്ല് വരെ വരേണ്ടതുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോവുകയും ആ സമയത്ത് എൻ്റെ അടുത്തൊരു ഓഫീസർ സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിക്ക് ജോലി സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായി. അവർക്ക് ജോലിയിൽ നിന്നും ഒരാഴ്ചത്തേക്ക് അവരെ മാറ്റി നിർത്തുകയും അങ്ങനത്തെ കാര്യങ്ങൾ, അവരുടെ കുടുംബ പ്രശ്നങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഈ ആള് അവിടെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങനെയൊക്കെ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ കാരണം ഒരാൾക്കൊരു വരുമാനം ഇല്ലാതാക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജോലി സംബന്ധമായിട്ട് എന്തായാലും എനിക്ക് കിട്ടാത്ത മാനസിക പരിഗണന ഞാൻ എന്തായാലും കാണിക്കും എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ കാരണം ഒരാൾക്കൊരു വരുമാനം ഇല്ലാതാവുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കേസൊന്നുമില്ല. നമ്മൾ ഈ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വരുമാനമൊന്നും വരണമെന്നൊന്നുമില്ല. നമുക്ക് കുറച്ച് ആൾക്കാർക്ക്, അതായത്
ഇപ്പോൾ ഇനിയൊരു മോട്ടോർ ഡിവൈസ് എടുക്കാൻ പോകണവർക്ക് മോട്ടോർ ഡിവൈസ് ഞാൻ ഇതുവരെ മോട്ടോർ ഡിവൈസ് എടുക്കല്ലോ എന്ന് പറഞ്ഞില്ല. തമിഴ്നയിൽ പോലും ഡോൺ ബൈ മോട്ടോ എന്ന് കൊടുത്തിട്ട് ഞാൻ അകത്ത് കയറി ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല. നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സർവീസ് സെന്ററിൽ പോകുമ്പോൾ നേരിടുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാനാണെന്ന് പറഞ്ഞാൽ ആ വീഡിയോ തന്നെ തുടങ്ങുന്നത്. ഞാൻ കാരണം ഒരാൾക്ക് ഒരു വരുമാനം പോകാൻ എനിക്ക് ആഗ്രഹം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് വീഡിയോ റിമൂവ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അതായത് അവർ അവിടെ വായിക്കുന്നതാണ്. ഈ സ്റ്റേറ്റ്മെന്റിന് എതിരായിട്ട് നമുക്കൊരു സാധനം എഴുതി കൊടുത്തല്ലോ. അപ്പം ഇത് വായിക്കുന്നത് ഞാൻ കേട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരെ വീഡിയോ എടുത്തു എന്നാണ് ആദ്യം ഒന്ന് കൊടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ അയാളോട് പറഞ്ഞു ചേട്ടാ ഈ ഫോൺ ഒന്ന് പിടിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കേസ് എന്തോ ഒന്ന് പിടിക്കോ എന്ന് പറഞ്ഞിട്ടാണ് അവരെ മുമ്പിൽ വെച്ചാണ് ഞാൻ ഫോൺ എടുത്തിട്ട് ഈ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ പെർമിഷൻ ഇല്ലാതെ ഇടിച്ചു കയറി ചെന്ന് വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു അവർ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇടിച്ചു കയറി ചെന്ന് വീഡിയോ പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ അവരറിയാതെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഈ 3 സ്റ്റേറ്റ്മെന്റിലും 3 കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് ഈ കേസ് മുന്നോട്ട് പോയാലും നമ്മളൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് എനിക്ക് കിട്ടാത്തൊരു കാര്യം ഞാൻ അവിടെ കൊടുത്തു. അത്രേ ചെയ്യാവുള്ളൂ. കാരണം നമ്മളെ വീഡിയോ കാണേണ്ട ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം മോട്ടോയിൽ നിന്ന് അങ്ങനെ അവർക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മേലത് കണ്ട് കാണാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ അവർക്കൊരു പ്രശ്നമില്ല. ഇനി അവർ പറഞ്ഞത് ശരിയാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കെതിരെ മോശം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കുറേ അധികം നിയമങ്ങളും ഉണ്ട്. അപ്പം ആ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന അതായത് അല്ലെങ്കിൽ നല്ലവരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്ന ആ ഒരു നിയമം മറ്റുള്ള ആൾക്കാരും കൂടെ ദുരുപയോഗം ചെയ്യുന്നതിൽ എനിക്ക് സഹതാപമുണ്ട്. അപ്പോൾ അതെനിക്കൊന്ന് ജസ്റ്റ് പറയണമെന്നുണ്ടായിരുന്നു. സോ മോട്ടോയുടെ ഫോണ് വാങ്ങിക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ട കുറച്ച് കാര്യങ്ങളാണ് അന്ന് പറഞ്ഞത്. അപ്പം അത് നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളത് മനസ്സിൽ വെച്ചേരെ. ഇനി നിങ്ങൾക്ക് അതുപോലെ ബാഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മോട്ടോയുടെ സർവീസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ കൊണ്ടുവന്നതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്ജ് 50 Pro എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണാണ്. ഇത്രയും നേരം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്രയും ഫോൺ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാം. നിങ്ങളിപ്പോൾ സമയം നോക്കിയാലും നിങ്ങൾക്കറിയാം ഇവിടെ മിണ്ടാതിരുന്നിട്ടും ഈ ഫോൺ ഹീറ്റിംഗ് ആണ്. ഈ ഫോൺ നല്ല ഹീറ്റിംഗ് ഉണ്ട്. അതാണ് ഒന്നാമത്തെ ഡിമെറിറ്റ്. എനിക്ക് ഇതിൻ്റെ മോട്ടോ എടുത്ത് പേഴ്സണലി ഗ്രഡ്ജ് വെച്ചിട്ട് സംസാരിക്കണമെന്നല്ല, നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കില്ല. എനിക്ക് ആ സർവീസ് സെൻറ്ററിൽ ഉണ്ടായ അതും എനിക്ക് പേഴ്സണലി അവർ അറിഞ്ഞു പോലും കൂടെ അന്നത്തെ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ, മനസ്സിലായില്ലേ? അപ്പം ആ ഒരു ഹീറ്റിംഗ് ഞാനിപ്പോൾ എടുത്തപ്പം തന്നെ എനിക്ക് ചൂടടിച്ചത് കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ യൂസ് ചെയ്യുമ്പോഴും നല്ല ഹീറ്റിംഗ് തന്നെ വരും. പിന്നെ ഡിസ്പ്ലേ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഡിസ്പ്ലേ. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ മോട്ടോ ഇതിൻ്റെ കൂടെ ഒരു കേസ് തന്നിട്ടുണ്ട്. ആ കേസ് ഞാനിപ്പം കാണിച്ചു തരാം. ഇതാണ് മോട്ടോയുടെ കൂടെ വന്ന ആ ഒരു കേസ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ സൈഡില്ല, ഈ എഡ്ജ് പറഞ്ഞ ഭാഗത്തുള്ള സംഭവമൊന്നുമില്ല. ഇതാണ് അതിൻ്റെ ക്വാളിറ്റി. പക്ഷേ ഇത് ഭയങ്കര സ്ലിപ്പർ ചെയ്യേണ്ട ഈ കേസ്. നിങ്ങൾക്ക് ഈ എഡ്ജ് പറഞ്ഞ വേറെ കേസ് നിങ്ങൾ വാങ്ങിച്ചിട്ടാൽ നല്ലതായിരിക്കും. പക്ഷേ ഈ കേസ് ഇട്ടിട്ട് ഫോൺ യൂസ് ചെയ്യാൻ ഭയങ്കര റിസ്ക് ആണ്, ഭയങ്കര സ്ലിപ്പർ ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ ഒരു ലെതർ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇത് അത്യാവശ്യം ഭയങ്കര ഗ്രിപ്പാണ്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്തേക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞില്ല. നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് വെക്കുന്ന സമയത്താണെങ്കിൽ ഈ 2 കർവിലും നമുക്കൊരു ബ്ലാക്ക് ഔട്ട് ഫീൽ ചെയ്യും. അതായത് സാംസങ്ങിൻ്റെ ആ ഒരു എഡ്ജ് ഡിവൈസിലൊന്നും നമുക്ക് ആ ഒരു കർവ്, ഈവൻ നമ്മുടെ S8 പോലും ഇവിടെ കിടപ്പുണ്ട്, ഈ S8 പോലും നമുക്ക് ആ ഒരു ബ്ലാക്ക് ഔട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതൊരു POLED, അതായത് 1.5K ഡിസ്പ്ലേ, അതിൻ്റെ ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ഔട്ട് ഫീൽ ചെയ്യാനുണ്ട് എനിക്ക്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ ഇവിടെ സ്ക്രീൻ ഗാർഡ് അവർ ഒട്ടിച്ചിട്ടുണ്ട്. പേപ്പറാണ് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുള്ളത്. അതായത് അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ച സാധനം ഉണ്ടല്ലോ, അതാണ് ഒട്ടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ ഇത് ഊരിക്കളഞ്ഞിട്ട് നിങ്ങൾ ഒരു കർവ് ഡിസ്പ്ലേ ഉള്ള, അതായത് കർവ് വരുന്ന സ്ക്രീൻ ഗാർഡ് ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ ഇത് മാറ്റണം. ഇതിപ്പോൾ എന്താ ഒരാഴ്ചയായേ ഉള്ളൂ, ഇതിൻ്റെ ഇടയിൽ പൊടി കയറി ഇതൊക്കെ എഡ്ജൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ടെമ്പേർഡ് ഗ്ലാസ് ആകുമ്പോൾ നിങ്ങളൊരു 3 മാസം കഴിയുമ്പോൾ എന്തായാലും ഇത് റിമൂവ് ചെയ്ത് അടുത്തത് ഒട്ടിക്കേണ്ടി വരും. നിങ്ങൾ UV ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഗമ്മിൻ്റെ എക്സ്ട്രാ യൂസേജ് കാരണം ഇതിൻ്റെ ഡിസ്പ്ലേയിലെ എഡ്ജിൽ കൂടെ ഇത് ഡിസ്പ്ലേ അകത്ത് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചാൻസ് ഇറങ്ങിയാൽ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ ഫോണുമായിട്ട് പോവേണ്ടി വരും. സർവീസ് സെൻറ്ററിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കുണ്ടായ അനുഭവത്തിൻ്റെ എക്സ്ട്രീം സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതായത് ഇപ്പോൾ സാംസങ് എന്ന ഡിവൈസ് പോലും അങ്ങനെ എഡ്ജ് വഴി ഇറങ്ങിയ സാധനം, അതായത് UV ഒട്ടിച്ചതിൽ കംപ്ലൈൻറ്റ് വന്നിട്ട് ഡിസ്പ്ലേ മാറ്റി കൊടുക്കുന്നില്ല. അപ്പം നിങ്ങൾ ഈ ഒരു സാധനം കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അറിയാമല്ല,
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്ക്രീൻ ഗാർഡ് ഗ്ലാസിൻ്റെ തൊട്ടിക്കാം. എനിക്ക് ഒപ്പം നിങ്ങൾക്ക് കെർവ് അല്ലാത്ത സാധനം വാങ്ങിച്ച് ഒട്ടിച്ചാൽ നിങ്ങൾ കെർവ് പറഞ്ഞ കേസ് ഇട്ടാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഭയങ്കരമായിട്ട് എന്താ നമ്മൾ പിന്നീട് യൂസ് ടു ആയി വരണം അതിനോട്. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ റെഫ്യൂസിന് നിങ്ങളിത് എടുക്കരുത്. ഇങ്ങനത്തെ എഡ്ജ് ഒരെണ്ണം തന്നെ നിങ്ങൾ റെഫ്യൂസിന് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് S24 അൾട്രയിൽ അവന്മാർ എന്താ കർവ് ഡിസ്പ്ലേ മാറ്റിയിട്ട് ഫ്ലാറ്റ് ഡിസ്പ്ലേ കൊണ്ടുവന്ന് കുറേ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായി കർവ് ഡിസ്പ്ലേ ആയിട്ട് ഫ്ലാറ്റ് കൊണ്ടുവന്നത്. കാരണം റെഫ്യൂസിന് അത് ഉപകരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു ഡീമെറിറ്റായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു അവർ തന്നെ ആ പേപ്പർ ഒട്ടിച്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലായിക്കോണം. അപ്പോൾ അവരൊരു ടെമ്പർ ഗ്ലാസ് പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ അപ്പോൾ നമ്മളത് UV വെച്ച് ഒട്ടിച്ച് അങ്ങനെ പ്രശ്നം വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എന്നാൽ നമ്മളത് നിങ്ങൾ തന്നിട്ടല്ലേ ഒട്ടിച്ചെന്ന് പോയി പറഞ്ഞാൽ അവന്മാർ യാക്കൂല, മനസ്സിലായില്ല? അതുകൊണ്ടാണ് അവർ പേപ്പർ ഒട്ടിച്ച് വിടുന്നത്. ചിലർക്ക് പേപ്പർ ഒട്ടിക്കാതെ പേപ്പർ അകത്ത് വെച്ച് വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എടുത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേരെ. പിന്നെ എനിക്ക് പറയാനുള്ളത് നെറ്റ്വർക്കിൻ്റെ ആ ഒരു ലാഗ് എന്ന് പറഞ്ഞാൽ 5G അങ്ങനെ പ്രോപ്പറായിട്ട് ഇപ്പം നമുക്കൊരു iPhone 13 കിട്ടുന്ന, അതായത് iPhone 13 5G കിട്ടൂലേ, അപ്പം ആ ഒരു ഇതിൽ പോലും നമുക്ക് ആ ഒരു സ്ഥലത്തൊന്നും നമുക്ക് 5G വലുതായിട്ട് കിട്ടുന്നില്ല. അപ്പം നെറ്റ്വർക്കിൻ്റെ ഇതായിട്ട് ആ ഒരു ചെറിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട്. 4G കുഴപ്പമില്ലടെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. നെറ്റ്വർക്ക് 5G വലിയ ഇതായിട്ട് കിട്ടുന്നില്ല. അതും കൂടെ എനിക്ക് പറയുള്ളൂ. ഏറ്റവും എനിക്ക് മോശമായിട്ട് തോന്നിയത് ആ ഹീറ്റിംഗ് തന്നെയാണ്. ബാക്കി ഡീമെറിറ്റ് ആയിട്ട് എനിക്ക് പറയാനായിട്ട് ഇതിൽ വേറെ ഒന്നുമില്ല. നമുക്ക് നോക്കേണ്ടത് ക്യാമറ പെർഫോമൻസും ബാക്കി ഗെയിമിംഗ് പെർഫോമൻസാണ്. അപ്പം വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ചൂടാണ്. അപ്പം ഗെയിമിങ് സമയത്തൊക്കെ നല്ലപോലെ ചൂടെടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത്തിരി സ്ലിം ആണ് ഈ ഫോൺ, അതായത് നീളമുണ്ട്, സ്ലിം ആണ്. നമ്മുടെ ഫോൾഡ് ഉണ്ടല്ലോ, ഫോൾഡ് ഫോൺ നമ്മൾ കാണിച്ചില്ലേ, സാംസങ്ങിന്റെ ഫോൾഡ്, ആ ഒരു ഫീല് നമുക്ക് തരണുണ്ട് കേട്ടോ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത്. പിന്നെ എനിക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിനകത്ത് തന്നെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. മോട്ടോ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡർ ഓപ്പൺ ആകുമ്പോൾ മോട്ടോയുടെ ഡിവൈസ് ഹെൽപ്പ്, അറ്റ്മോസ്, ഡോൾബി അറ്റ്മോസ്, അതിനെ പറ്റിയൊക്കെ ഉണ്ട്. അതിൽ റെഡി ഫോർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ റെഡി ഫോർ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങൾ, അപ്പോൾ ഫോണിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ PC-യിലോ അല്ലെങ്കിൽ നമ്മുടെ ടാബ്ലറ്റിലോ നമുക്ക് ഇതിനെ ഷെയർ ചെയ്യാൻ പറ്റും. ഷെയർ ചെയ്ത് മൾട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം യൂട്യൂബിൽ നമുക്ക് വീഡിയോ കാണാം, ക്യാൻവയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ VN-ൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ PC-യിൽ നമുക്ക് ഇതിനകത്തിരുന്ന് ചെയ്യാം. പക്ഷേ സ്പീക്കർ ഔട്ട് ഇതിൽ നിന്നായിരിക്കും. നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ ഇതിൽ നിന്നായിരിക്കും സ്പീക്കർ ഔട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് വെബ് ക്യാം കണക്ട് ചെയ്യാൻ പറ്റും. അതായത് വയർലെസ് ആയിട്ടും വയേർഡ് ആയിട്ടും കണക്ട് ചെയ്യാം. വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം വൈഫൈ നെറ്റ്വർക്ക് നമ്മുടെ PC-യിലും ഇതിലും കണക്റ്റഡ് ആയിരിക്കണം. ഏതൊരു നെറ്റ് അതിൽ കണക്ട് ചെയ്തിട്ട് ഇതിൽ വൈഫൈ കണക്ട് ചെയ്തിട്ട് കാര്യമില്ല. രണ്ടിലും വൈഫൈ കണക്ട് ആയിരിക്കണം. ഇല്ലെങ്കിൽ വയേർഡ് കണക്ഷൻ അതിൽ വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. എന്തൊരു സമാധാനത്തോടെ മഴ പെയ്യുണ്ടായി, എത്ര നാളായി. അതുപോലെ തന്നെ വെബ് ക്യാം അത് വയർലെസ് ആയിട്ട് യൂസ് ചെയ്യും. ഞാൻ വെബ് ക്യാം എൻ്റെ വേറെ ഫോണുകളിൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇറും വെബ് ക്യാമോ ഇറിയമോ അങ്ങനെ എന്തോ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷന് ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം. അതുവഴി ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാനത് യൂസ് ചെയ്യണത്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സാധനം, നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം. ഇതിനകത്ത് ഫയൽ ട്രാൻസ്ഫർ കൊടുത്താൽ ഈ ഫോൺ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈഫൈ വഴി ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമ്മൾ മറ്റേ നിയർ ബൈ ഷെയർ അതൊന്നും കണക്ട് ചെയ്യേണ്ട, ഇതുവഴി നമുക്ക് ഫയൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ PC-യിൽ നെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുവഴി ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യാം. അതല്ലാതെയും നമുക്ക് വൈഫൈ ഓണാക്കി ഇതിൽ ഹോസ്റ്റ് ഓണാക്കി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് വേറെ ഒന്നും ചെയ്യേണ്ട, വൈഫൈ ഫ്രീ. അതായത് ഇതിൽ വൈഫൈ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ അതിൽ ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ PC ലോക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഇതിനകത്ത്. ഈ PC ലോക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ PC ഇപ്പം നമ്മളിപ്പോൾ ഫോൺ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോയി, നമ്മളിപ്പോൾ ഒരു 50 മീറ്റർ അപ്പുറത്ത് പോയി. അപ്പം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണല്ലോ ഇതിന്. അപ്പോൾ 50 മീറ്റർ അപ്പുറത്ത് പോകുന്ന സമയത്ത് അയ്യോ നമ്മുടെ PC ലോക്കല്ലല്ലോ, നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്താൽ അത് ഡൗൺലോഡ് ക്യാൻസൽ ആവില്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ PC ലോക്കി കൊടുത്താൽ നമ്മുടെ PC ലോക്ക് ആവും. അൺലോക്ക് ചെയ്ത് താത്തിട്ട് കാര്യമില്ല, നമ്മൾ വന്ന് പിന്നടിച്ചാലേ അൺലോക്ക് ആവത്തുള്ളൂ. പിന്നെ അത് തന്നെ അത്രയൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നിലധികം ഡിവൈസ് വേണമെങ്കിൽ ഇതിൽ കണക്ട് ചെയ്ത് തരാൻ പറ്റും. ഇപ്പോൾ എൻ്റെ MSIയിലെ ലാപ്പാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, നമുക്ക് അടുത്ത ടാബ്ലറ്റ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എഡ്ജ് എന്ന് പറഞ്ഞാൽ വലിയ തീരെ എഡ്ജ് ഇല്ലടേ, നമുക്ക് മറ്റേ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ഇങ്ങനെ ഇതാവണ എഡ്ജ് കാര്യങ്ങളൊന്നുമില്ല, ഒരു നോർമൽ ആയിട്ടുള്ള എഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് ഇനി മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ക്യാമറ പർപ്പസ് ആണ്. പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് 36,000 രൂപയാണ് ഇതിന്റെ MRP അവന്മാർ കൊടുത്തേക്കണത്. 36,000 രൂപയ്ക്ക് നിങ്ങളിത് MRPക്ക് വാങ്ങിക്കണേക്കാട്ടിൽ നിങ്ങൾക്കൊരു 3,000 രൂപ എടുത്താൽ iQOO Neo 9 Pro എടുക്കാൻ പറ്റും. അത് വേറെ ലെവൽ സാധനമുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് 30,000 രൂപ വരെ എല്ലാം കഴിഞ്ഞ് ഓഫറിൽ എടുക്കാൻ പറ്റും. കാർഡ് ഓഫറും എല്ലാം കൂടെ ഉണ്ടായിട്ട് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 28,000 രൂപയ്ക്കൊക്കെ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ നിങ്ങൾക്കിത് മുതലാണ് സാധനം. പക്ഷേ നിങ്ങൾ റെഫ്യൂസിനാണ് ഇത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. ആ ഒരു ഡിസ്പ്ലേ കേസ് ഞാൻ പറഞ്ഞില്ലേ, അത് എന്തായാലും നിങ്ങൾക്ക് മോട്ടോ പണി തരും, ഉറപ്പാണ്. അത് 100-ലൊരു
ഒരു 2% ആൾക്കാർക്കെങ്കിലും പണി കിട്ടിയിരിക്കും, 100% ഉറപ്പാണ്. നേരത്തെ നമ്മൾ കിട്ടിയ POLED ഡിസ്പ്ലേ തന്നെയാണത്. നമുക്കാണ് ആ ഒരു 2% വരാണ് ഞാനായിപ്പോയി എന്നുള്ളത് ഒരു നിർഭാഗ്യം ഞാനാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതുള്ളത്. പിന്നെ നമുക്ക് ഇതിന്റെ ക്യാമറയും ബാക്കി കാര്യങ്ങളെയും പറ്റി നോക്കാം. ക്യാമറ ഫീച്ചേഴ്സ് നോക്കുന്നതിന് മുമ്പേ നമുക്ക് ക്യാമറ സെറ്റിംഗ്സ് ആദ്യം നോക്കാം. ക്യാമറ സെറ്റിംഗ്സിന്റെ അവിടെ സെറ്റിംഗ്സിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എടുക്കുന്ന സമയത്ത് ഫ്രണ്ട് ഫോട്ടോ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഫ്രണ്ട് ഫോട്ടോ റെസൊല്യൂഷൻ നമുക്ക് ഹൈയിൽ ഇടാം, വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് ഇടാം. ഹൈയിൽ ഇട്ടൊക്കെയാണ് നല്ലത്. അത് കഴിഞ്ഞ് ഷോർട്ട് ഒപ്റ്റിമൈസേഷൻ എന്ന സാധനം ഉണ്ട്. അത് ഓൺ ആക്കിയിട്ടിരുന്നാൽ നമ്മളിപ്പം ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളിപ്പം ഒരു ബിഗ് സബ്ജക്റ്റിനെയാണ് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് ആ ഒരു ഫോക്കസ് ഔട്ടായി പോകണമെങ്കിൽ AI എൻഹാൻസ് ചെയ്തതിനു ശേഷം ആ ഒരു ഫോട്ടോ നമുക്ക് കിടിലായിട്ട് കിട്ടും. അതായത് ഫോക്കസ് നമ്മൾ ഉദ്ദേശിച്ച ഏതിനാണോ അതിന് കിട്ടും. അതിനാണ് ആ ഒരു ഷോർട്ട് ഒപ്റ്റിമൈസേഷൻ ഓൺ ആക്കിയിടുന്നത്. പിന്നെ ഓട്ടോ മാക്രോ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അൾട്രാ വൈഡിലോട്ട് പോകുന്ന സമയത്ത് മാക്രോ ക്യാമറ ഓൺ ആവും. അതായത് ഇപ്പോൾ 1x കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസിൽ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് മാക്രോയിലോട്ട് പോകും. അതിനാണ് ആ ഒരു ഓട്ടോ മാക്രോ എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഓൺ ആക്കി ഇടാൻ പറ്റും. പിന്നെ വാട്ടർമാർക്ക് നമുക്ക് ആഡ് ചെയ്തിടാൻ പറ്റും. ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് വാട്ടർമാർക്ക് ഇടാൻ പറ്റും. പിന്നെ ഗൂഗിൾ ലെൻസ് ഉണ്ട്. ക്യാമറയ്ക്കകത്ത് തന്നെ ഗൂഗിൾ ലെൻസ് നമുക്കിപ്പം എല്ലാ AI ഫീച്ചേഴ്സ് ആയിട്ടുള്ള സാധനത്തിനകത്ത് ഈ ഗൂഗിൾ ലെൻസ് ഉണ്ട്. അത് നമുക്ക് ഇടാൻ പറ്റും. പിന്നെ ഓഡിയോ സൂം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1x റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം നമ്മൾ 2x ആക്കുന്ന സമയത്ത് ഇപ്പോൾ 2x നിന്നും എങ്ങനെയാണോ ഒരാൾ സംസാരിക്കുന്നത് നമ്മൾക്കിപ്പോൾ 1x നിൽക്കുന്നത് ആ ഒരു സ്ഥലത്തേക്ക് എത്ര സ്ലോ ആയിട്ട് കേൾക്കാൻ പറ്റും ആ ഒരു സാധനം നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ കാണുമ്പോഴും അത് ഫീൽ ചെയ്യും. എഫിഷ്യന്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൈ എഫിഷ്യന്റ് വീഡിയോ നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് സെൽഫി മിറർ ഇതിപ്പോൾ ഓൺ ആക്കാൻ പറ്റില്ല, കാരണം നമ്മൾ സെൽഫി ക്യാമറയ്ക്കകത്ത് കയറിയതിനു ശേഷം ഇത് ഓപ്പൺ ആക്കിയാലേ നമുക്ക് ഇത് ഓൺ ആക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ക്യാപ്ചർ മോഡ് ഉണ്ട്. ക്യാപ്ചർ മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണം ക്യാപ്ചർ ചെയ്യാം, കൈ കാണിച്ച് ക്യാപ്ചർ ചെയ്യാം. പിന്നെ ഓട്ടോ സ്മൈൽ ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അതൊക്കെ എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്ത് ടാപ്പ് എനിവേർ ടു ക്യാപ്ചർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഇച്ചിരി നല്ലതായിരിക്കും, കാരണം ഇപ്പം സെൽഫി ഒക്കെ എടുക്കാൻ നേരത്തെ നമ്മൾ കൈ നീട്ടി വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇവിടെ ടാപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ എവിടെ വേണോ നമുക്ക് ടാപ്പ് ചെയ്ത് സെൽഫി എടുക്കാൻ പറ്റും. നമുക്ക് അതിന് ബാക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഷട്ടർ സൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കിയിടാം, ഓഫ് ആക്കിയിടാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അടുത്ത് ക്യാപ്ചർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഗ്രിഡ് ലൈനും ലെവലും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധനമാണ്. അത് നമ്മൾ ഒരു പ്രൊഫഷണലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതൊന്നും ഓൺ ആക്കിയിടേണ്ട ആവശ്യമില്ല. അത് നോക്കുമ്പോൾ കീപ്പ് ലാസ്റ്റ് മോഡ് എന്ന സാധനമാണ്. ഇത് ഓൺ ആക്കിയിട്ട് നമ്മളിപ്പം വീഡിയോ മോഡിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ക്യാമറ ഓപ്പൺ ആക്കുമ്പോൾ വീഡിയോ മോഡിൽ തന്നെ വരും. സ്ലോ മോഷനിലാണ് കിടക്കണമെങ്കിൽ സ്ലോ മോഷൻ തന്നെ വരും. അങ്ങനത്തെ സാധനങ്ങളാണുള്ളത്. സേവ് ലൊക്കേഷൻ എന്ന സാധനമുണ്ട്. ഈ സേവ് ലൊക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്ത് എവിടെ നിന്നാണ് എന്നുള്ളത് നമുക്ക് അതിനകത്ത് കാണിക്കും. അത് അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്യാമറ സെറ്റിംഗ്സ് എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് ബാക്ക് പോയതിനു ശേഷം എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പോകാം. സ്ലോ മോഷൻ വീഡിയോ ഉണ്ട്. സ്ലോ മോഷൻ നമുക്ക് ഫുൾ HD എടുക്കാം, HD എടുക്കാം. HD എന്ന് പറഞ്ഞാൽ 1080p ആണ്, 720p ആണ്. ഫുൾ HD എന്ന് പറഞ്ഞാൽ 1080p ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലോ മോഷൻ വീഡിയോ ഞാൻ ആഡ് ചെയ്തേക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മോട്ടോ എഡ്ജ് 50 പ്രോയിൽ ഫുൾ HD 120 FPS മഴ പെയ്യുന്നത് റെക്കോർഡ് ചെയ്തതാണ്. ആ ഒരു സൗണ്ടും കാര്യങ്ങളും നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ആ ഒരു ഫ്രെയിം ഡ്രോപ്പ് കാര്യങ്ങളൊന്നുമില്ല, ഇച്ചിരി സ്മൂത്ത് തന്നെയാണ് ആ വീഡിയോ ഉള്ളത്. അത് കഴിഞ്ഞ് നമുക്കിത് അവിടെ വീഡിയോ മോഡുണ്ട്. വീഡിയോ മോഡിൽ നമുക്ക് ഫുൾ HD നമുക്ക് റെക്കോർഡ് ചെയ്യാം, 4K റെക്കോർഡ് ചെയ്യാം. പക്ഷേ ഒരു ഡിമെറ്റ് എന്ന് പറഞ്ഞാൽ 4K 60 FPS നിങ്ങൾക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 36,000 MRP അവന്മാർ ഇട്ടെന്നുണ്ടെങ്കിൽ അവന്മാർക്ക് ആ ഒരു 4K 60 കൊടുക്കായിരുന്നു. പക്ഷേ നമുക്ക് 7th Gen 3 സ്നാപ്ഡ്രാഗൺ ആയതുകൊണ്ടും നമുക്ക് ആ ഒരു 4K 60 ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ 1080p 60 ഉള്ളൂ. അപ്പം നിങ്ങളും 1080p 60 യൂസ് ചെയ്യുന്ന ആളാണോ 4K 60 നിങ്ങൾക്ക് യൂസ് ആവുമോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന സമയത്ത് ഫോട്ടോ മോഡാണ്. ഫോട്ടോ മോഡിൽ നമുക്ക് ഇവിടെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. 3:4, 1:1, 9:16 നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് പോർട്രേറ്റ് മോഡാണ്. പോർട്രേറ്റ് മോഡിൽ നമുക്ക് ആസ്പെക്ട് റേഷ്യോ മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മളിവിടെ സെറ്റിംഗ്സിൽ പോകുന്ന സമയത്ത് ആസ്പെക്ട് റേഷ്യോ പറ്റി ഒന്നുമില്ല. നമുക്ക് ഇവിടെ 4:3 നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. 24 mm എടുക്കാം. അതുപോലെ തന്നെ 35, 50, 85 എടുക്കാൻ പറ്റും. നമുക്ക് ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ അപ്പർച്ചർ വേരി നമുക്ക് ഇവിടെ സാംസങ്ങിന്റെ ബ്ലർ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു സാധനമാണുള്ളത്. അല്ലാതെ നമുക്ക് മറ്റേ ആ 1.4 അതുപോലെ തന്നെ 1.8 അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. നമുക്ക് ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് അവർ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രോ മോഡാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിലെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രോ മോഡിൽ നമ്മളെ വൈറ്റ് ബാലൻസും അതുപോലെ തന്നെ നമ്മുടെ ISOയും കാര്യങ്ങളൊക്കെ നമ്മൾ ലൈറ്റിനനുസരിച്ച് ഇതിൽ ഓട്ടോമാറ്റിക്കലി അവർ കാണിക്കുന്നുണ്ട്. നമുക്കതപ്പോൾ മനസ്സിലാവും ഈ ലൈറ്റിന് ഏതാണ് ഫോൺ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. അതൊരു
നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് മോർ എന്ന് പറഞ്ഞ സാധനത്തേക്ക് അറിയാം നമുക്ക് സ്പോട്ട് കളർ കൊടുക്കാം. ഈ സ്പോട്ട് കളർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒബ്ജക്റ്റിൽ നമുക്ക് ഏതെങ്കിലും കളർ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ കളറിനെ ഇൻക്രീസ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. അതുപോലെ തന്നെ നമ്മൾ മോറിൽ പോകുന്ന സമയത്ത് നൈറ്റ് ഫോട്ടോഗ്രാഫി ഉണ്ട്, പാനോരമയുണ്ട്, അൾട്രാ വൈഡ് ഉണ്ട്. പാനോരമയിൽ ആവശ്യമില്ല. അത് കഴിഞ്ഞ് അൾട്രാ രസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അൾട്രാ, അതായത് ഹൈ ലൈറ്റിലൊക്കെ നമുക്ക് കിടിലായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അതായത് മെയിൻ ക്യാമറ അതിലാണ് മെയിൻ ക്യാമറ യൂസ് ആവുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഡ്യുവൽ ക്യാപ്ചർ, നമുക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി എനിക്ക്. അത് കഴിഞ്ഞ് ടൈം ലാപ്സ് ഉണ്ട്. ടൈം ലാപ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് സ്പോട്ട് കളർ. ഇത് വീഡിയോയിലാണ് ഈ സ്പോട്ട് കളർ ഉള്ളത്. അതും അത്യാവശ്യം നല്ലതാണ്. എത്രത്തോളം ആക്യുറേറ്റ് ആണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അത് കഴിഞ്ഞ് മോർ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഡ്യുവൽ ക്യാപ്ചർ എന്ന് പറഞ്ഞൊരു സാധനം അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യുവൽ ക്യാപ്ചർ വീഡിയോയിൽ വരും. ഫോട്ടോയിലും വീഡിയോയിലും നമുക്ക് ഡ്യുവൽ ക്യാപ്ചർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതുപോലെ തന്നെ ലോങ് എക്സ്പോഷർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലേ. ഈ ലോങ് എക്സ്പോഷർ എന്ന സാധനം, ലോങ് എക്സ്പോഷറിൽ നമ്മൾ ട്രാഫിക് ലൈറ്റ്, ലുലു മാളിൻ്റെ കയറി പോണ കോണിലൊക്കെ നിന്നിട്ട് നമുക്ക് വണ്ടി പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ വെള്ളച്ചാട്ടത്തിൽ എടുക്കാൻ ഇങ്ങനെ എടുക്കാൻ പറ്റും. പിന്നെ ദീപാവലിയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഈ ദീപാവലിയൊക്കെ വരുന്ന സമയത്ത് ഈ മാരപ്പടക്കത്തിൻ്റെ വീഡിയോ എടുക്കൽ സെൻസർ അടിച്ചു പോകും ക്യാമറ, അത് പറയുകയാണ്. അത് കഴിഞ്ഞ് മോർ കൊടുക്കുന്ന സമയത്ത് ഇതാ ഇവിടെ ടിൽറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ടിൽറ്റ് എന്ന് പറഞ്ഞാൽ താഴെ മുകളിലും ബ്ലറായിട്ട് ഇവിടെ ഫോക്കസ് കിട്ടും. അതാണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ. പിന്നെ സെറ്റിങ്സിനകത്ത് വേറൊരു സാധനം ഞാൻ പറയാൻ വിട്ടുപോയടേ. ഇതാ ഇവിടെ ക്യാമറ സെറ്റിങ്സിനകത്ത് ക്വിക്ക് ക്യാപ്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ക്വിക്ക് ക്യാപ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് നമ്മൾ ഷേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ ഓപ്പൺ ആവും ടപ്പന. അതിപ്പോൾ നമ്മൾ റിയർ ക്യാമറ വേണമെങ്കിൽ ഇടാം, സെൽഫി ക്യാമറ ഇടാം, ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ സാധനം ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണോ ലാസ്റ്റ് മോഡ് ക്യാമറ കിടക്കുന്നത് ആ ക്യാമറ മോഡ് ഓപ്പൺ ആയിട്ട് വരും. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. ടപ്പന അങ്ങ് ക്യാമറ ഓപ്പൺ ആക്കാൻ അങ്ങനെ ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പം അത് ഞാൻ പറയാൻ വിട്ടു. എവിടെയും ഞാൻ എന്തോ കാര്യം പറയാൻ വിട്ടായിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്ലാഷ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ക്യാമറ ഓപ്ഷൻസ് കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ മൈക്ക് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. സ്ലോ മോഷനിലാണെങ്കിൽ 240 FPS നമുക്ക് ഇടാൻ പറ്റും, 120 FPS ഇടാൻ പറ്റും. അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ കാര്യം. ഫുൾ HD പിന്നെ HD ആണുള്ളതെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് ഇനി എന്താ ചെയ്യുള്ളത്, ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഇത്രയും നേരം കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രൊസസ്സർ പറഞ്ഞത് മുകൾ ഭാഗത്താണ്. അപ്പോൾ അത്രയും ഹീറ്റ് നമ്മുടെ കയ്യിൽ അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടെ ചെക്ക് ചെയ്യാൻ കൂടെ വേണ്ടിയാണ്. അപ്പം നല്ലപോലെ കൈ ഹീറ്റ് ആവുന്നുണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് ഏത് വീഡിയോ ആണ് കാണിച്ചത്, നമ്മുടെ S22 അൾട്രയുടെ വീഡിയോ ആണ് നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്തത്. ആ സമയത്ത് എൻ്റെ കൈത ഇങ്ങനെ ഇവിടെ ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ കയ്യിലതാ ഇവിടെ ഇത്രയും ഹീറ്റായി. അതുപോലെ തന്നെ ഇത്രയും ഭാഗം എന്താ കൈ ചെറിയൊരു വാം നിങ്ങൾക്ക് ഫീൽ ചെയ്യണുണ്ടോ? അപ്പം നമ്മുടെ കൈയൊക്കെ നല്ല വാം ആവുന്നുണ്ട് ഈ സാധനം. അപ്പം അത് ഒരു ഡിമെറിറ്റ് ആയിട്ട് എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പം എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നാണ്. ആ സ്കിന്ന് വാമാക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നതാണ്. അപ്പം നിങ്ങളിത് യൂസ് ചെയ്യണവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ആയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഫോൺ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ലോങ് ടൈമിൽ ഇത് എത്രത്തോളം ഹീറ്റ് ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ എന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. ഇത് കണ്ട, ഇതിപ്പം 4K വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിക്കാനായിട്ട് പുറത്തെടുത്താണ്. ഇപ്പം എന്താ അൾട്രാ വൈഡ് എടുക്കുമ്പം ആ ഒരു ഗ്ലിച്ച് കണ്ട ആ ക്യാമറയിൽ. ഇതിപ്പം 1x കണ്ട 30 FPS ആണ്. നമുക്ക് 1080p 60 ഇട്ട് നോക്കാം. 1080p 60 ആ ഒഴുക്കം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. റെക്കോർഡ് ചെയ്യണതിന് മുന്നേ ആയിട്ട് ഇതാ എടുക്കുന്ന സമയത്ത് കണ്ട ആ ഒരു ഒഴുക്കം കണ്ട. അപ്പോൾ ഇത് 30 FPS പ്രശ്നമല്ല, അത് ആ 4K ആ ഒരു സാധനം വലിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ആ ഒരു പ്രൊസസ്സറിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് ആ ഒരു പിടുത്തം ഇങ്ങനെ പിടിക്കുന്നത്. കണ്ട 1080p ഇടുന്ന സമയത്ത് നിങ്ങൾ കാണിച്ചു തരാം. 1080p ആണെങ്കിൽ ഇത് 30 ആണ് ഇപ്പം കിടക്കുന്നത്. ഇതിപ്പം 60. അപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതൊക്കെ അവർ നോക്കേണ്ട ഒരു കാര്യമാണ്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ആദ്യം നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി തന്നെ എന്നാ പറയാം. നമുക്ക് 2000 നിറ്റ്സ് ആണ് ഇത് പറഞ്ഞത്. ഇവിടെ ഈ ബ്ലാക്ക് ഔട്ട് പറഞ്ഞ സാധനങ്ങളിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമുക്കിത് ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന രീതിക്കാണ് ഈ ഒരു 2000 നിറ്റ്സ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ലതാണ്. 400 ppi ആണ് ഇതിന് പറഞ്ഞത്. അപ്പം ഡിസ്പ്ലേയുടെ കാര്യത്തിലൊക്കെ അത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അത്യാവശ്യം ഒരുവിധം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ഉണ്ട്. ഇപ്പം പീക്ക് ബ്രൈറ്റ്നസ് ആണോ അല്ലേ എന്നൊക്കെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കിടക്കുന്നത്. അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ കുറവാണ്ടായി. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് ഇപ്പം നല്ല സുഖമായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ കേരളത്തിൽ എവിടെയാണ് മഴ എന്ന് ആലോചിക്കുന്നവർക്ക് കണ്ണുപിടണ്ടാടേ, നമ്മളവിടെ ഇപ്പം പെയ്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടൊക്കെ വരാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാമറ ഓപ്പൺ ആക്കുക. ക്യാമറ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ നമുക്ക് ഫാസ്റ്റ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ സ്ലോ മോഷൻ ആക്കി ഇതവിടെ വീഡിയോ, ഇതവിടുത്തെ ഫോട്ടോ, പോർട്രേറ്റ്, പ്രോ വീഡിയോ, അതുപോലെ തന്നെ സ്കാന്, മോർ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഫാസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും ചെറിയൊരു ഇതേ ഉള്ളൂ. നമ്മളപ്പോൾ ആ ബഡ്ജറ്റ് കാര്യങ്ങളും കൂടെ നോക്കണം. വീഡിയോ മോഡിലോട്ട് പോകും. വീഡിയോ
മോഡിലോട്ട് പോകുമ്പോൾ നമുക്ക് 4K ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് 1080p 30 FPS നമുക്ക് ആദ്യം റെക്കോർഡ് ചെയ്യാം. 9:16 ഞാനിപ്പോൾ ആസ്പെക്ട് റേഷ്യോ ഇട്ടേക്കുന്നത്. ഇതാ ഇങ്ങനെ വെച്ചതിന് ശേഷം അൾട്രാ വൈഡിൽ നിന്ന് നമുക്ക് 1080p 30 നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്നും കാര്യങ്ങളും കൂടെ നോക്കാം. ഇപ്പം എന്ന് പറഞ്ഞാൽ മോട്ടോ എഡ്ജ് 50 പ്രോയിൽ റെക്കോർഡ് ചെയ്യുന്ന 1080p 30 ആണ്. അൾട്രാ വൈഡാണ് ഇപ്പം കിടക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ 1x സ്വിച്ച് ചെയ്തപ്പം ചെറിയ ജെർക്കിങ് ഇതാണ് പോയിട്ടുള്ളത്. ആ ഒരു ലാഗ് എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യണ്ട. എന്തടേ ആ ലാഗ്, അതിൻ്റെ ആവശ്യം ഇല്ലടേ. അത് കഴിഞ്ഞ് 2x പോയിട്ടുണ്ട്. 2x പോയപ്പോൾ ചെറുതായിട്ട് ഷിവറിങ് ആവുന്നുണ്ട്. നിങ്ങൾക്കത് ഇപ്പം വീഡിയോയിൽ എത്രത്തോളം എവിഡൻ്റ് ആണെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ 3x ആക്കിയ സമയത്ത് ഇവിടെ 20x വരെ പോയി. ഞാൻ 3x താത്തത്. അവിടെ 3x ഞാൻ ഇവിടെ താത്ത സമയത്ത് അതങ്ങ് പോയിട്ടുണ്ട്. അവിടെ 3x ഒന്നുകൂടെ താക്കാം. അവിടെ 3x താത്തപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്യാമറയിലോട്ട് അത് സ്വിച്ച് ആയിട്ടുണ്ട്. സ്വിച്ച് ആയപ്പം വലിയ ജെർക്കിങ്ങില്ല, സാംസങ്ങിൻ്റെ അത്ര ജെർക്കിങ് ഫീൽ ചെയ്യില്ല. 3x പോയപ്പം നമുക്ക് ആ ഒരു 10 MB ക്യാമറയിലോട്ട് സ്വിച്ച് ആയിട്ടുണ്ട്. അത് അത്യാവശ്യം കൊള്ളാം. അവിടെ നിന്ന് സൂം ചെയ്ത് 20x വരെ പോകാൻ പറ്റും. 20x ഒക്കെ കൊള്ളാടെ. 20x പോകുമ്പം അത്യാവശ്യം ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാണാൻ. അപ്പോൾ 10x അതായത് 3x2 മുകളിലോട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. ഇതാണ് ആ ഒരു റെക്കോർഡിങ്സ്. പോസ് ചെയ്യാൻ പറ്റും സാംസങ്ങിനെ പോലെ. പിന്നെ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ അൾട്രാ വൈഡ് ഫുള്ള് ചെയ്തു. അത് കഴിഞ്ഞ് 1080p 60 നമുക്ക് 1080p 60 നമുക്ക് റെക്കോർഡ് ചെയ്ത് നോക്കാം. 1080p 60 നമുക്ക് അൾട്രാ വൈഡ് കിട്ടത്തില്ല. മെയിൻ ക്യാമറയിൽ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ 1080p 60 റെക്കോർഡ് ചെയ്യാണ്. ഇപ്പം 1x റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ നിങ്ങളിപ്പോൾ കാണുന്നത് 1080p 60 FPS ആണ്. 1x നിന്ന് 2x സ്വിച്ച് ചെയ്ത് അത് ജെർക്കിങ് ഇല്ല. കണ്ട നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അവിടെ ഒരു കാറ് പോകുന്നുണ്ട്. കാറുകാരൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. യാതടാന്നൊക്കെയാണ് നോക്കണത്. 2x പോയിട്ടുണ്ട്. അവിടെ നിന്ന് 3x പോകുമ്പോൾ ഇത്ര മാത്രമാണ് സൂമിങ് ആയിട്ടുള്ളത്. 2x നിന്ന് 3x പോയിട്ടുണ്ട്. ഷിവറിങ്ങും കാര്യങ്ങളും നിങ്ങൾ നോക്കിയാൽ മതി. 3x ക്വാളിറ്റി നിങ്ങൾ നോക്കിയാൽ മതി. ഇതാണ് ആ ഒരു ക്വാളിറ്റി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സൂം ചെയ്ത് 6x വരെ പോവാം. ഇതാണ് നമ്മുടെ നാട്ടിലെ KSEB ആ ഒരു ഫ്യൂസ്. ഇത് വലിച്ചൂരിയ ഇവിടുത്തെ ലൈറ്റ് പോവും. അത് എങ്ങനെ വെച്ചേക്കണത്? അവിടെ തൊടാതെയൊക്കെയാണ് വെച്ചേക്കണത്. അത് ആരെങ്കിലും ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലൈറ്റ് കത്തും. അപ്പം ആ ഒരു 1x ക്വാളിറ്റി 1080p 30 എനിക്ക് 1080p 60 എനിക്ക് ഇഷ്ടപ്പെട്ടേ. കുഴപ്പമില്ല. കോൺട്രാസ്റ്റ് കാര്യങ്ങളൊക്കെ ഇച്ചിരി നല്ലതായിട്ട് കൂടി നിൽപ്പുണ്ട്. ആ സാംസങ്ങിൽ പറഞ്ഞ ആ ഒരു കോൺട്രാസ്റ്റ്, നമ്മളെ S21F പറഞ്ഞ ആ ഒരു കോൺട്രാസ്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൂമിങ്ങിലാണെങ്കിൽ ഫോക്കസ് 3x കിട്ടുന്നുണ്ട്. 6x അതുപോലെ ഫോക്കസ് നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. ഫോക്കസ് പക്കയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ സ്ക്രീൻ ഗാർഡ് പ്ലാസ്റ്റിക് ഞാൻ ഒട്ടിച്ചിരിക്കുന്നുണ്ട്. കൈ സ്ലിപ്പ് ആവണമെന്നില്ല. ബാക്ക് ലെതറും കൂടെ ആയതുകൊണ്ട് പക്കയായിട്ട് കയ്യിൽ ഹോൾഡായിട്ട് നിൽപ്പുണ്ട്. കേസ് ഇട്ടാൽ നമ്മളെ കയ്യിൽ നിന്ന് സ്ലിപ്പാവും. അപ്പോൾ അങ്ങനെയാണ് കാര്യം. 1x 2x 3x 6x. അപ്പോൾ പോസ് ചെയ്യുന്നു. അത് നമ്മൾ കട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമുക്കിനി 4K ഇടാം. 4K 30 FPS റെക്കോർഡ് ചെയ്യാണ്. അവിടെ 1x ഇട്ടപ്പോൾ ചെറിയൊരു ചാട്ടം ചാടിപ്പോയി. അതുപോലെ തന്നെ 2x ഒരു ചാട്ടം ചാടിപ്പോയി. അതുപോലെ തന്നെ 3x ചെറിയ ചാട്ടം. 3x ഇടുന്ന സമയത്ത് നല്ലപോലെ ഫോക്കസ് പിടിക്കണമുണ്ട്. എനിക്കത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. 3x ക്യാമറ അത്യാവശ്യം കൊള്ളാം. അതുപോലെ തന്നെ അവിടെ 4K സൂമിനായിട്ട് 20x വരെ പോകാൻ പറ്റും. മനസ്സിലായോ? അപ്പം അടിപൊളിയായിട്ട് അത് ഫോക്കസ് പിടിക്കുന്നുണ്ട്. എനിക്കത് എന്തായാലും നല്ലപോലെ ഇഷ്ടപ്പെട്ടേ. എന്തായാലും അത് കൊള്ളാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഈ വീഡിയോയിൽ എനിക്ക് ഏറ്റവും വലിയ പോരായ്മ എന്ന് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 4K റെക്കോർഡിങ്ങിൽ നമ്മുടെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് ഫുള്ളിലിടാൻ പറ്റും. 16:9 ഫുള്ളിലിടാൻ പറ്റും. ഈ ഫുള്ളിലിടുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറയിലെ ജെർക്കിങ് വേണ്ട. ഇത് എന്തിനാണ് ഈ ഫുള്ള് കൊടുത്തേക്കണതെന്ന് മോട്ടോയുടെ ആരെങ്കിലും ഇത് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒടുക്കത്തെ ആ ഒരു ജെർക്കിങ്ങാണ്. ഈ ഫുള്ളിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. ഈ ഫുള്ളിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് വാട്സപ്പിൽ സ്റ്റോറി ഇടാൻ നേരത്ത് ഫോട്ടോ ആണെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റിക്ക് നമുക്ക് ഫീൽ ചെയ്യും. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഫുള്ളിലെന്ന് പറഞ്ഞാൽ ഒരാവശ്യവും ഇല്ല റെക്കോർഡ് ചെയ്യേണ്ട. ഈ ഒരു ജെർക്കിങ് ഉണ്ട്. അൾട്രാ വൈഡിലാണെങ്കിൽ ഈ 1x ഈ ഒരു ജെർക്കിങ് ഉണ്ട്. ഞാൻ ഇൻട്രോയിൽ കാണിച്ച ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഈ ഫുള്ളിൽ എടുത്തത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. നമുക്ക് ആസ്പെക്ട് റേഷ്യോ മാറ്റിയിട്ട് 9:16 ആക്കിയ ഈ 4K ആ ഒരു ജെർക്കിങ് മാറിക്കിട്ടും. മനസ്സിലായ? അതായത് 30 FPS. ഇതാണ് കറക്റ്റ് 30 FPS. ഇതാണ് കറക്റ്റ് 30 FPS. നിങ്ങളിതാ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫുള്ളിലിടുകയാണെന്നുണ്ടെങ്കിൽ എന്തരടേ ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരാവശ്യവും ഇല്ല. ചുമ്മയാണ് ഈ ഫുള്ള് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതാണ് എനിക്കിതിലൊരു പോരായ്മയായിട്ട് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് നമുക്കിതാ നേരെ ഫോട്ടോ മോഡിൽ പോകാം. ഫോട്ടോ മോഡിൽ പോയിട്ട് 9:16 കുറച്ച് ഫോട്ടോസ് എടുത്ത് കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റ് ഇവിടെ നിൽക്കുന്ന ഒരു ചെടിയുടെ ഫോട്ടോ അൾട്രാ വൈഡിൽ നമ്മളിവിടെ ചെടി ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചെടി ഡിറ്റക്റ്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു ഫോട്ടോ എടുത്തു. അൾട്രാ വൈഡിൽ നമ്മളിതാ ഒരു ഫോട്ടോ വീണ്ടും എടുത്തു.
അത് കഴിഞ്ഞ് 1x ആ ചെടിയുടെ തന്നെ ഒരു ഫോട്ടോ നമ്മളെടുത്തു. അത് കഴിഞ്ഞ് 2x ആ ചെടിയുടെ തന്നെ ഫോട്ടോ നമ്മൾ ഫോക്കസ് കൊടുത്തിട്ടെടുത്തു. അതുപോലെ തന്നെ 3x അവിടെ നിന്നിട്ട് നമ്മൾ ആ ചെടിയുടെ ലീഫ് മാത്രം ഒരു ഫോട്ടോ എടുത്തു. അതിൻ്റെ ക്വാളിറ്റി എല്ലാം നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. നമുക്കത് അവിടെ ഫിൽറ്റേഴ്സും കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറ്റും. ഫോൺ നല്ല ഹീറ്റ് ഉണ്ട്. ഇതാ ഈ ഒരു ഭാഗത്തുനിന്ന് നല്ല ഹീറ്റ് ഇങ്ങോട്ട് കയറുന്നുണ്ട്. ഇത്തിരി ഹൈ പ്രൊസസ്സർ കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവിടുത്തെ പോർട്രേറ്റ് നമുക്ക് എടുക്കാം. പോർട്രേറ്റിൽ നമുക്ക് ആസ്പെക്ട് റേഷ്യോ മാറ്റാൻ പറ്റില്ല. 24mm, 35mm, 50mm, 85mm ആണ് നമുക്ക് പോർട്രേറ്റ് ഉള്ളത്. അത് നമുക്ക് ഹ്യൂമൻ സബ്ജക്റ്റ് തന്നെ എടുക്കാം. സെൽഫി ക്യാമറയാണ് നോക്കാനുള്ളത്. സെൽഫി ക്യാമറയും കുറച്ച് പോർട്രേറ്റുമാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് സെൽഫി ക്യാമറ വീഡിയോ ഷൂട്ട് ചെയ്യാം. വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് 1080p 60 30 4K 30 FPS ആണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറയിലുള്ളത്. ഫസ്റ്റ് നമുക്ക് 1080p ഏതാണ് കിടക്കണതെന്ന് നോക്കാം. 1080p നമുക്കിപ്പോൾ 60 ആണ് കിടക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ റെക്കോർഡ് ചെയ്ത് നോക്കിയാലോ. അതിങ്ങനെ ക്യാമറ എടുക്കുക. ക്യാമറ എടുത്തതിന് ശേഷം ഗൈസ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1080p 60 FPS ഫ്രണ്ട് ക്യാമറയിലാണ്. മോട്ടോ എഡ്ജ് 50 Pro എന്ന് പറഞ്ഞത്. കോൺട്രാസ്റ്റ് ബാക്ക് ക്യാമറ അപേക്ഷിച്ചിട്ട് കുറവാണ്. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. സൂര്യൻ ഇപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇതാണ് ആ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ. മൈക്ക് ക്വാളിറ്റി നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് ഇതിൽ കൂടെ തന്നെ മൈക്ക് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പക്ഷേ ബാക്ക് ക്യാമറയിലാണ്, ഫ്രണ്ട് ക്യാമറയിലില്ല. സ്റ്റെബിലൈസേഷൻ മോഡുണ്ട്. നമുക്ക് സ്റ്റെബിലൈസേഷൻ മോഡ് കൂടെ നമുക്കപ്പോൾ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിൽ 4K സ്വിച്ച് ചെയ്തു. 4K എന്ന് പറയുമ്പം ആസ്പെക്ട് റേഷ്യോ 9:16 ആണ്. നമുക്കിതാ ഇങ്ങനെ വെച്ചിട്ട് 4K കൂടെ ഷൂട്ട് ചെയ്യാം. ചെയ്യുന്നത് 4K 30 FPS ആണ്. അപ്പോൾ ഞാനിങ്ങനെ സ്പീഡിന് നടന്നു പോയാണ് വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇതെടുത്ത് വ്ളോഗിങ്ങിനാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും ക്വാളിറ്റി. അപ്പം മൈക്ക് എന്ന് പറഞ്ഞാലും നമ്മുടെ ഈ ഫോണിൻ്റെ മൈക്ക് തന്നെയാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചേക്കണമെന്നേ ഉള്ളൂ. ഇതാണ് ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ ക്യാമറയിലാണ് നോക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഫേസിലാണ് നോക്കുന്നത്. ക്യാമറയിൽ നോക്കുന്നു, ഫേസിൽ നോക്കുന്നു. അപ്പോൾ ഇത്രയും നീളത്തിനാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം ഇതാവുന്നു. പക്ഷേ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. സ്ലിപ്പറിയും അല്ല വലുതായിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഒട്ടിച്ചേക്കുന്ന എല്ലാ കാര്യങ്ങളും സ്ലിപ്പറി അല്ലാത്തതുകൊണ്ട് വലിയ സീനില്ല. ഓക്കെ, ഫോട്ടോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആൾ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം, ആൾ കുറവാണെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇപ്പോൾ 3:4 എടുക്കണം. 3:4 വേണോ 9:16 വേണോ? 9:16 എടുക്കാം. അപ്പോൾ നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇത് അൾട്രാ വൈഡിലൊരു ഫോട്ടോ എടുക്കുകയാണേ. ഫ്രണ്ട് ക്യാമറയിലാണ് കേട്ടോ. ഇതിനി ആൾ കുറവാണെങ്കിൽ എന്നെ മാത്രം എടുക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പം അത് രണ്ടും ആയിട്ടുണ്ട്. ഇനിയുള്ളത് പോർട്രേറ്റ് ആണ്. പോർട്രേറ്റ് സെൽഫി ക്യാമറ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ പോർട്രേറ്റ് പൊളികളെ നോക്കണേ. അൾട്രാ വൈഡ് 1x. അപ്പം പോർട്രേറ്റ് അങ്ങനെ എടുത്തു. പോർട്രേറ്റ് നമുക്ക് ഒരു മാമൻ നടന്നു പറഞ്ഞുകൊണ്ട് മാമൻ്റെ ഫോട്ടോ വേണ്ട, മാമൻ തള്ളക്കി വിളിക്കും. അതുകൊണ്ട് നമുക്ക് വേറെ ഫോട്ടോ എടുക്കാം. വീഡിയോയിൽ നമുക്ക് ഫുൾ HD 60 ഇടാം. ഫുൾ HD 60 ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റെബിലൈസേഷൻ മോഡ് ഓൺ ആക്കാം. സ്റ്റെബിലൈസേഷൻ മോഡ് ഓൺ ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഓഡിയോ വെക്കാം. സ്റ്റെബിലൈസേഷൻ മോഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ക്യാമറയാണോ ഇടുന്നത്, 1x ആണെങ്കിലും 2x ആണെങ്കിലും 3x ആണെങ്കിലും നമ്മൾ സ്വിച്ചിങ് നടക്കത്തില്ല. നമ്മൾ ഏതിലാണോ ഇടുന്നത് അതിലിട്ടതിന് ശേഷം നമ്മൾ സ്വിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഓടേണ്ടതായിട്ട് വരും. ഇതവിടെ റെക്കോർഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടണം. വലിയ ഷേക്കും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഓടുമ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി മനസ്സിലാവും. ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടണം. വലിയ ഷേക്കും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഓടുമ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി മനസ്സിലാവും. ജസ്റ്റ് എന്താണ് അവസ്ഥയെന്ന് നോക്കാം. ഈ സ്റ്റെബിലൈസേഷൻ മോഡെന്ന് പറഞ്ഞാൽ കുലുക്കുന്ന മോഡെന്നാണ് അർത്ഥം ഗൈസ് മോട്ടോയ്ക്ക്. അപ്പം നിങ്ങളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചുമ്മാ ഇട്ടങ്ങനെയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി നോക്കാം. പൊടിയും കാര്യങ്ങളൊന്നുമില്ല. പോർട്രേറ്റ് 3x എടുത്ത് നോക്കാമേ. ഇന്നൊരു പോർട്രേറ്റ് എടുത്തോടുന്നില്ല. നീ സൈഡ് ഇരിക്കണം. പൊളി കേട്ടോ. നമുക്കാദ്യം പോർട്രേറ്റ് 3x തന്നെ എടുക്കാം. അത് മതി. ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക. ഒരെണ്ണം കിട്ടി. അടുത്തതിന് 50mm നമുക്ക് ഒരെണ്ണം എടുക്കാം. 50mm ഇട്ടോ വേറെ പോസ് ഇട്ടോ. 50mm അതിൽ വായിക്കും, കുഴപ്പമില്ല. 50mm നമ്മളിതാ ഒരു ഫോട്ടോ എടുക്കുന്നു. ആ ചേട്ടൻ ഏതോ വെച്ച് കൂട്ടിടോ കൂട്ട്. ഇങ്ങനെ തിരിഞ്ഞ് നമുക്ക് 35mm അല്ലല്ലോ ഫോട്ടോ തന്നെ പോർട്രേറ്റ്. മീൻസ് അത് കളർ നിങ്ങൾക്ക് വേറെ ആയിട്ട് തോന്നണമല്ലോ. തലേ കളർ അടിച്ചേക്കനെയാണ്. അങ്ങനെ ഫേസിൽ ഫോക്കസ് കൊടുക്കുന്നു. ഒരു ഫോട്ടോ എടുത്തു. അടുത്ത് 24mm നമുക്കൊരെണ്ണം വൈഡ് ഒരെണ്ണം കൊടുക്കാം. 24mm പോർട്രേറ്റൊക്കെ എടുക്കുമ്പോൾ നല്ല എന്താ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാനില്ലടേ. ഇതിങ്ങനെ ജർക്കിങ് കാണിക്കണത് എന്തിരടേ. ഒരു മനുഷ്യനെ പൈസ കൊടുത്തല്ലേ വാങ്ങിക്കണ. ബ്ലറ് ഫുള്ളിലിട്ടിട്ട്
എന്തരടേ കളിക്കനാടേ. ബ്ലറിൽ ഫുള്ളിലിട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനെ എന്നാണേ ഇതാ ഒരു ഫോട്ടോ എടുത്തു. പ്രോസസ്സായില്ലേ, കറങ്ങിയൊക്കെ വരാൻ വെളുക്കണ്. ഇത് ഫോക്കസ് അതിൽ പിടിച്ചിട്ടില്ല, ഫേസിലാണ് ഞാൻ കൊടുത്തത്. കാല് കഴിക്കണം ഫോട്ടോ എടുത്ത്. അതായത് നമുക്ക് ഫോക്കസൊക്കെ ഇങ്ങനെ ഇതിൽ നിന്ന് മാറ്റി തിരിച്ചാൽ കൊടുക്കാൻ പറ്റും. ഇത് അൾട്രാ വൈഡിലെടുത്തത്. എന്തിരടേ ഈ ഫോൺ ഉപയോഗിക്കണമെങ്കിൽ ഒരു കൈ എക്സ്ട്രാ വേണം. ഇതാ ഇങ്ങനെ എടുക്കുക. ഒന്ന് വാടേ. എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി പോർട്രേറ്റ്. കാരണം ഈ ഒരു റേഞ്ചിലുള്ള എല്ലാ ഫോണുകളുടെയും പോർട്രേറ്റ് അത്യാവശ്യം കിടിലുമായിരിക്കും. പക്ഷേ ആൾക്കാരും പോർട്രേറ്റ് ആണ് ഇതിലൊന്നും എടുക്കാത്തത്. ഈ ഒരു ഡിവൈസിലൊന്നും ആരും പോർട്രേറ്റ് ഫോട്ടോ എടുക്കൂല. ഇപ്പോൾ പോക്കോ X2 ഒരു ഇങ്ങനെ പോലും 4 വർഷത്തോളം ഇറങ്ങിയിട്ട് അതിൻ്റെ പോർട്രേറ്റ് ഇപ്പോഴും കിടിലുമാണ്, ആർക്കും വേണ്ട. ഇത് അടുത്തത് കൊള്ളാം കേട്ടോ. ഇത് നീ അവിടെ കൂള് വെച്ചേടാ. ഇതാണ് അത്. നിങ്ങൾക്കിപ്പോൾ എന്താ ഈ ഒരു കളർ കണ്ടല്ലോ, മഞ്ഞ, ഇതാണ് യഥാർത്ഥ മഞ്ഞ. ഇതാണ് കളർ അടിച്ച മഞ്ഞ. അപ്പോൾ ഇത് ഞാൻ എഡിറ്റ് ചെയ്തതല്ല. പക്ഷെ കൊള്ളാം കേട്ടോ. പോർട്രേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടെ. പോർട്രേറ്റ് 3x ഇവിടെ ഇവിടുത്തെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പോർട്രേറ്റ് അത്യാവശ്യം കൊള്ളാം. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മോട്ടോയുടെ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. ഹീറ്റിങ് നല്ലപോലെ എപ്പോഴും ഹീറ്റിംഗ് ഉണ്ട്. പക്ഷേ ചാർജ് നിൽക്കാൻ എൻ്റെ മോനെ ഇവൻ കാലനാണ് കേട്ടോ. 26% ആയുള്ളൂ. ഞാൻ ഇത്രയും നേരം ഞാനൊരു 35 സമയത്ത് തുടങ്ങിയതാണ് ഇതിൻ്റെ ഷൂട്ട് ചെയ്ത മറ്റേ സമയത്തും ഇപ്പം എന്താ എടുത്തുകൊണ്ടിരുന്നത് എല്ലാം ചെയ്തിട്ടും ചാർജ് 26 ആയിട്ടേ ഉള്ളൂ. ചാർജിൻ്റെ കാര്യത്തിലൊക്കെ ആശാൻ പുളിയാണ്. അതുപോലെ തന്നെ ചാർജ് കയറാനും അത്യാവശ്യം ഫാസ്റ്റിന് തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ചാർജ് നിൽക്കാൻ ഇവൻ പുലി തന്നെയാണ്. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുമ്പോൾ UV സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. 2 നെറ്റ്വർക്ക് നിങ്ങൾ വൈഫൈ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യണം. വൈഫൈ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹീറ്റ് വലുതായിട്ട് വരത്തില്ല. മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യണമെങ്കിൽ നല്ലപോലെ ഹീറ്റ് വരുന്നുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു 4K ആ ഒരു ജർക്കിങ്ങും റഫ്യൂസ് പോലെ നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുമാതിരി അസമെട്രിക് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ, അതായത് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് വരിക, ആ ഒരു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാസ്റ്റിനനുസരിച്ച് സാധനം നിൽക്കുന്നില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മളെ നമ്മുടെ S21 FE നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ റഫ്യൂസ് അടിച്ചാലും, അതായത് ഫീച്ചേഴ്സ് കുറവാണെങ്കിലും നമ്മൾ റഫ്യൂസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അസമെട്രിക് ആയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതാണ് എനിക്ക് ഫീലായത്. അല്ലാത്ത പക്ഷം ഫോണ് കൊള്ളാടെ കൈക്കകത്ത് വെച്ചേക്കാൻ നല്ല രസമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെതർ ഫിനിഷടെ കിട്ടില്ല. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് എത്ര നമ്മളെ 1,00,000 രൂപയ്ക്ക് മുകളിലുള്ള ഫോണിൽ പോലും ഇപ്പോഴും അവന്മാരൊന്നും കൊടുത്തിട്ടില്ല. കേസ് ഇടാതെ യൂസ് ചെയ്യാൻ ഭയങ്കര രസമുണ്ടായി. കാരണം സ്ലിമ്മാണ്, വെയിറ്റ് കുറവുണ്ട്, എല്ലാം കൊള്ളാം. പിന്നെ ക്യാമറ 50 MB ക്യാമറ നമ്മൾ കണ്ടായിരുന്നു. 10 MB നമ്മൾ 3x ക്യാമറ 10 MB ആണ് പറഞ്ഞത്. ആ 3x ക്യാമറ കിടിലോടെ. 3x ക്യാമറ അവന്മാർ അത് ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കും നല്ല സാധനം അതിന് കൊടുത്തത്. അപ്പോൾ അതങ്ങനത്തെ ഒരു കാര്യം. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് മോട്ടോയുടെ കാര്യം. അല്ലാതെ വേറെ ഏതെങ്കിലും ഡിവൈസ് നിങ്ങൾ വേണമെങ്കിൽ പറയുക. പിന്നെ മോട്ടോ G84 5Gയുടെ വീഡിയോ ഞാൻ ചെയ്യാനായിട്ടൊരു ഡിവൈസ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ കയ്യിൽ വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, മോട്ടോ G84 5G 1 2 3 4 ആണ് ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 2 3 4 അടിച്ചിട്ട് ലോക്ക് ഓപ്പൺ ആവുന്നില്ല. അങ്ങനെ ലോക്ക് ഓപ്പൺ ആവാതെ വീഡിയോ ഒന്നും എടുത്തില്ല, ഞാൻ ഓൺലൈനായിട്ട് പറഞ്ഞു കൊടുത്തതാണ് അതെങ്ങനെ ക്ലിയർ ആക്കാന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ സെക്യൂരിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അയാൾക്ക് സെക്കൻഡറി ഇമെയിൽ ID കാര്യങ്ങളൊന്നുമില്ല. അയാൾ റിക്കവറി ID അയാളെ സ്വന്തം ID തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം അയാൾക്ക് അത് റിക്കവർ ചെയ്യാനായിട്ട് നമ്മൾ മെയിൽ ID വെച്ച് ഇപ്പം 5 പ്രാവശ്യം പാസ്വേഡ് അടിക്കുമ്പോൾ അയാൾ 10 പ്രാവശ്യം അടിക്കുമ്പോൾ ഇത് ലോക്കാവുമല്ലോ. ആ ലോക്കാണ് സമയത്ത് നമുക്ക് നമ്മുടെ ഇമെയിൽ IDയിലോട്ട് OTP, അതായത് മറ്റേ 3 നമ്പർ കൊടുക്കും. അതിലേതാണ് നമ്പർ അയക്കണത് അത് നമ്മൾ നോക്കി ടാപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കത് റിക്കവറായി കിട്ടും. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ PC കൂടെ എവരുടെ ഇമെയിൽ IDയും പാസ്വേഡും യൂസ് ചെയ്തിട്ട് ഞാനത് കയറിയിട്ട് റിക്കവറി ID വേറൊരു റിക്കവറി ID കൊടുത്തിട്ട് അതിനകത്തോട്ട് OTP അയച്ചു. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ ഇമെയിൽ IDയിലെ പാസ്വേഡ് അറിയാമെന്നുള്ള ഒരാൾക്ക് നമ്മുടെ ഫോൺ ഓപ്പൺ ആയിക്കൂടെയായി, അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ID ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് നമ്മുടെ ഫോൺ ഓപ്പൺ ആയിക്കൂടെയായി കിട്ടിയ സിമ്പിളായിട്ടാണത് ആ ലോക്ക് എടുത്ത് കൊടുത്തത്. സോഫ്റ്റ്വെയർ ഇപ്പോൾ സ്റ്റോറിൽ കൊണ്ടുവരുന്നെങ്കിൽ അവന്മാർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് വാറൻറ്റി ഉള്ളതുകൊണ്ട് പൈസ വാങ്ങിക്കില്ല. പക്ഷേ മോട്ടോയുടെ സ്റ്റോറിൽ പോയി അവന്മാർ മുണ്ടോക്കി കാണിക്കുന്ന പരിപാടിയാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇത് മാത്രമല്ല ഏതൊരു ആൻഡ്രോയിഡ് ഫോണും അപ്പോൾ അത്ര സിമ്പിളായിട്ടത് ചെയ്തപ്പോൾ ഇത്രയേ ഉള്ളൂ അവിടെ എന്ന് തോന്നിപ്പോയി. മനസ്സിലായാ?
അപ്പം അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്. ഇപ്പോൾ വീഡിയോ ഒക്കെ നല്ല ലോങ് ആവും, അതുകൊണ്ടാണ് ഞാൻ ബാക്കി ഇതിൻ്റെ ടൈം ലാപ്സ് കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. അങ്ങനത്തെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അത് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. മോട്ടോ വാങ്ങിക്കണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം. സർവീസ് സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് അത്ര ഗട്ട്സ് ഉണ്ടെങ്കിൽ, അതായത് ക്ലിയറാക്കി വാങ്ങിക്കാൻ പറ്റുമെന്നുള്ള ഗട്ട്സ് ഉണ്ടെങ്കിൽ ഈ യാപ്പനാച്ചികളടുത്തൊക്കെ നിങ്ങൾക്ക് അടിയുണ്ടാക്കാൻ സമയമുണ്ടെങ്കിൽ, ക്യാഷുമായിട്ട് പുറകോട്ട് പോകാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത പക്ഷം ബെറ്റർ ബൈ സം അതർ ഗുഡ് സർവീസ് കിട്ടുന്ന ബ്രാൻഡ്സ് പ്ലീസ്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. ഓക്കെ, ബൈ ഗൈസ്.